ഹലോ, ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കായിട്ടുള്ള ലെച്ചസ് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ അത്. അതുപോലെ ഇതിന് ഐസിങ് ഒന്നും പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല, ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ, അതുപോലെ 2 പിഞ്ച് ഉപ്പുമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വെക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് 2 മുട്ടയാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രീമി പരുവാവുന്നത് വരെ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെയാണ് ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു ഇളം ചൂടുള്ള പാലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ ചൂടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ക്രീമി പരുവായി വന്നിട്ടുണ്ട് ഇത്. ഇനി നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ 2-3 പ്രാവശ്യമാണ് മൈദ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ അത്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്റ്റീൽ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം പാത്രമൊക്കെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കും കൂടെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു റിങ് വെച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മുടെ കേക്ക് ടിൻ അതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 20-25 മിനിറ്റൊക്കെ വേണ്ടി വരും. 25 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിൻ്റെ അടിവശമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കേക്ക് വിട്ടു പോന്നോളും. ഇനി അതിൻ്റെ മുകളിലുള്ള ബട്ടർ ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അത്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഈ കേക്ക് നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കേക്കിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പേര് തന്നെ ലെച്ചസ് കേക്ക് എന്നാണല്ലോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്കിലോട്ട് ഇനി 3 തരത്തിലുള്ള മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാലൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡും കൂടെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും 1/2 കപ്പ് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പാല് വറ്റിച്ചിട്ട് 1/2 കപ്പാക്കി എടുത്താലും മതി കേട്ടോ. പക്ഷേ ഫ്രഷ് ക്രീം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പാല് വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മിൽക്ക് മിക്സിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് മിക്സാണിത്. അപ്പോൾ ഇനി നമ്മളിത് കുറേശ്ശായിട്ട് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല കുഴിയുള്ളൊരു പാത്രത്തിൽ തന്നെ ഈ കേക്ക് വെക്കുകയാവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചെടുത്തത് ഈ കേക്ക് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പോഞ്ച് കേക്ക് നമ്മൾ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മിക്സ് ഇത് പെട്ടെന്ന് തന്നെ കേക്ക് വലിച്ചെടുക്കും. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ അരമണിക്കൂറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് കേക്ക് എടുക്കുന്നത്. കേക്ക് ഇപ്പോൾ നല്ല പോലെ തണുത്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്.
പിന്നെ അതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോസിൽ വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്താൽ മതി. ഇതിനല്ലാതെ പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ഒന്നും ചെയ്യണം എന്നൊന്നുമില്ല. ഒതൻറ്റിക് ആയിട്ടുള്ള ലെച്ചസ് കേക്കിന് നമ്മളിതുപോലെ നോസിലൊന്നും വെക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ മുല്ലമുട്ട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സൈസ് ഫ്ലവേഴ്സ് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് ഐസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പിസ്ത പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്കിന് തന്നെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ എഡിബിൾ ആയിട്ടുള്ള ഡ്രൈഡ് റോസ് പെറ്റൽസും കൂടി ഇതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ അത് വാങ്ങാൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാൻ അറിയാത്തവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് തന്നെയാണിത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മൾ ആ പാലിൻ്റെ മിക്സൊക്കെ ഇതിൽ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മിക്സിന് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കേക്കിലോട്ട് അതും കൂടെ ചേർക്കുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.